ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ദളപ്പൻസ് വ്ലോഗ്. അപ്പം ഇന്ന് രാവിലെ കുറച്ച് നേരം കാസ്റ്റിങ്ങിന് പോയായിരുന്നു. പിന്നെ വെയിലായത് കാരണം നമ്മൾ പെട്ടെന്ന് കയറി, ഒരു പാടത്തായതുകൊണ്ട്. രാവിലെ നമ്മുടെ കൂടെ വിനോദം ഉണ്ടായിരുന്നു. പുള്ളി ഇന്ന് വൈകുന്നേരം ഗൾഫിന് പോവുക. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് രാവിലെ ഒന്ന് ചൂണ്ടയിടാലോ എന്ന് വിചാരിച്ച് ഞങ്ങളിന്ന് രാവിലെ ഒന്ന് കൂടിയായിരുന്നു. നിർഭാഗ്യവശാൽ എനിക്കൊന്നും കിട്ടിയില്ല. 2-3 സ്ട്രൈക്ക് കിട്ടി. വിനോദേണ്ണ ഒരു വരാൽ കിട്ടിയായിരുന്നു. പിന്നെ ഞങ്ങളിതേ വൈകുന്നേരം ഞാൻ വേറെ സ്ഥലത്താണ്. അപ്പോൾ പുള്ളി പോണ കാരണം ഞാൻ പിന്നെ വേറെ സ്ഥലത്തോട്ട് പോകുന്നത്. ഞങ്ങൾ വള്ളത്തെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അതെ ചെറുമീനും വരാലൊക്കെ ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ തല പോയനായിരുന്നു. അപ്പം രാവിലെ സ്ട്രൈക്കൊന്നും കിട്ടിയിട്ടില്ല. എങ്കിലും വിനോദന് കിട്ടിയ വരാലിൻ്റെ ആ വീഡിയോ ഒന്ന് നിങ്ങൾ പെട്ടെന്ന് കണ്ടിട്ടു. അപ്പോൾ ഞങ്ങൾ ചൂണ്ടയൊക്കെ ഒന്ന് സെറ്റാക്കാം. ഓക്കെ, ബൈ. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, ഇതേ നമ്മൾ ഈ വള്ളത്തല്ല കേട്ടോ പോണേ, ചെറിയ വള്ളം. അയ്യോ, പോയി ചെറിയ വെള്ളം. ഞങ്ങൾ 2 പേര് അഡ്ജസ്റ്റ്മെൻറ്റ് രീതിയിൽ തുഴഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. അയ്യോ തന്നെ അത് പടിയിലാണോ ഇരിക്കണേ? ഫൈബർ വെള്ളം കേട്ടോ, ഫൈബർ. അങ്ങനെ നമ്മൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മനസ്സിലേ നമ്മുടെ പാടം കിടക്കണ കണ്ട, നല്ല വിശാലമായ പാടം. പക്ഷെ ആക്ടിവിറ്റി വളരെ കുറവാണ്. നമുക്ക് നോക്കാൻ നല്ല അടിക്കുവാണ്. ഇതിനൊന്നത് നമ്മളിങ്ങനെ വള്ളം ഒരു സൈഡ് പുല്ലേലിട്ട് ഇങ്ങനെ കയറ്റിയിട്ടേക്കുക വേണ്ട. ഞാൻ തൽക്കാലം എഴുന്നേറ്റ് നിൽക്കുവാണ്, ഡേഞ്ചറാണ്. പുള്ളിൻ്റെ അതൊന്ന് ഇറങ്ങി വന്നല്ലേ. ഓ അയ്യോ, നല്ല അടിയായിരുന്നു. അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കാരണം ആ പായലിൻ്റെ അപ്പുറത്തായതാണ്. അടി കിട്ടിയ പക്ഷേ ഹുക്കായില്ല. ആ പോരട്ടെ. ഇച്ചിരി ലൂസിട്ടെ, ഫ്രീ ആക്കിക്കണം. അല്ലണ്ണ, ഫ്രീ ആക്കിക്കണം. അത് അനങ്ങുമ്പോൾ ബുക്ക് ചെയ്യാൻ മതി. കേട്ട് അനങ്ങുമ്പോൾ ബുക്ക് ചെയ്യാൻ മതി. നോക്കാം. അത് കുഴപ്പമില്ല, നമുക്ക് പോയാൽ പോട്ടെ, അടുത്ത് പിടിക്കാം. എന്നാൽ നമുക്ക് നല്ല വരാൽ അടിപൊളി വരാലാണ് ഗേസ്. നമ്മളെ വിനോദന് ഫസ്റ്റ് മീൻ അടിച്ചേക്കോ കേട്ടോ. അതെ, ഒറിജിനൽ നാടൻ വരാല. ഓ, ഇതൊക്കെ ചാടുവാണല്ലോ നീ, നമ്മളെ വീര റിമൂവർ. നമ്മുടെ ഏതാണ്? ഡിയോയില്ല കേട്ടോ, റിയൽ വാരിയർ ഡിയോ. വൈകുന്നേരം ഗൾഫിന് പോകാതിരിക്കുന്ന ആളാണ് രാവിലെ മീൻ പിടിക്കുന്നത് കേട്ടോ. അടിപൊളി നാടൻ വരാൽ കണ്ടത്. പിന്നെ വലയിലിട്ട് മാറ്റിയേക്കാം. അടിപൊളി കളറ് വലയും. സെലക്ഷൻ ആരാണ് വലയുടെ സെലക്ഷൻ ആരാ? നല്ല കളറ്. ഫ്രണ്ട്സ്, നമുക്ക് കാസ്റ്റിംഗ് കഴിച്ചായിരുന്നു. ഒരു രക്ഷയില്ല, ഭയങ്കര വെയില, പാടത്തായത് കാരണം. നമുക്ക് വേറെ ഒന്നും അടിച്ചില്ല കേട്ടോ. ഇതിനകം തന്നെ കയറിയത് മാത്രം. എനിക്കൊരു 3 സ്ട്രൈക്ക് കിട്ടി, പക്ഷേ ഒന്നും കയറിയില്ല. ഇത് നല്ല നാടൻ വരാലാണ്. അപ്പോൾ വൈകുന്നേരം ഞാൻ ജസ്റ്റ് ഇറങ്ങണമുണ്ട്, ഒറ്റക്കാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി കിട്ടുവാണെങ്കിൽ ഇത് ഒന്നിച്ച് അപ്ലോഡ് ചെയ്യണമാണ്. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്തതല്ല, ഇതിൽ ബാലൻസ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ. രാവിലെ
അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട്. എന്നെ താണങ്ങനെ കൊടുത്തില്ല. ഒരു ചേർന്ന് അടിച്ചിട്ടുണ്ട്. ടിപ്പർ എടുത്തില്ല കേട്ടോ, ടിപ്പർ മറന്നു പോയി. ജസ്റ്റ് കാണിക്കാം. ഇതാണ് നമ്മുടെ മുതൽ അടിച്ചേക്കണത്. ആ പുല്ലും കെട്ടി ഒന്ന് അടിച്ചേക്കണേ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കൂടുതലിട്ട് നെക്സ്റ്റ് കാസ്റ്റിങ്ങിലിട്ട് കിടക്കാം. പിന്നെ നമ്മുടെ പച്ച ബാഗിൽ ഇട്ടേക്കാം. ഇത് വിനോദം തന്ന ആടെ നമ്മുടെ നമുക്ക് സ്ട്രൈക്ക് കിട്ടില്ല നോണാട്ടത്. നമുക്കൊരു അടിപൊളി കിടുക്കൻ നാടൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ ചീറുമീൻ്റെ അത്ര തന്നെയുണ്ട്. അമ്പോ പോവോടാ, അവനെ ഹുക്ക് ഊരിക്കളഞ്ഞ്. നമുക്ക് പെട്ടെന്ന് വലയിലാക്കിയേക്കാം. അടിച്ചിട്ടുണ്ട്. എന്നതാണ് വരാലാണോ? ചെറുവിനാണോ? ഓ, നാടനാണ്. ഗിസ് അടിച്ചേക്കണം. നല്ല അടിയായിരുന്നു. കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റില്ല. ഓ അടിച്ച് നല്ല എണ്ണാക്കിലാക്കി വെച്ചിട്ടുണ്ട്. നാടൻ വരാല. ചെറിയൊരു പാടുണ്ടോ അതിൻ്റെ വാല കണ്ട. വലയിലിടാം. ഫ്രണ്ട്സ്, നമ്മുടേത് വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. നമുക്ക് അടിച്ചേക്കണ 2 വലിയ നാടൻ വരാലും അതുപോലെ തന്നെ ഒരു 1,200 വരുന്ന ഒരു ചേറുമീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.